For today's meditation, I'm requesting your attention to John's Gospel, chapter 17. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിലേക്ക് ഇന്നത്തെ വചനധ്യാനത്തെ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കണം. I intentionally skipped chapter 15 and 16 for various reasons. ഞാൻ ചില കാരണങ്ങളാൽ 15-ഉം 16-ഉം ഞാനിപ്പോൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. Because it's most talked here and you're all familiar. So I wanted to go to chapter 17 and that's what I meditated. And I trust that God has given again a message for us. വളരെ സുപരിചിതമായ ഒരു അധ്യായങ്ങളാണല്ലോ 15-ഉം 16-ഉം. അതുകൊണ്ട് ദൈവസന്നിധിയിൽ ആശ്രയിച്ചുകൊണ്ട് 17-ാം അധ്യായത്തിലേക്ക് ഞാൻ പോകുന്നു. Chapter 17 is a prayer of Jesus that we all know. നമുക്കെല്ലാം അറിയാവുന്നതുപോലെ യേശുക്രിസ്തുവിന്റെ ഒരു പ്രാർത്ഥനയെ പറ്റിയാണ് 17-ാം അധ്യായത്തിൽ പറയുന്നത്. That is a subject, prayer or love or some of the topics that most of the time I do not speak. I very rarely speak about prayer. ഞാൻ പലപ്പോഴും പറയാതെ തന്നെ അതിൻ്റെ പറഞ്ഞിട്ടില്ലാത്തത് തന്നെ പ്രാർത്ഥനയെ പറ്റിയും സ്നേഹത്തെ പറ്റിയും ഒക്കെ ആണ് അതിൽ കൂടി പ്രതിപാദിച്ചിരിക്കുന്നത്. I don't say those or I don't preach from those topics because I struggle in those areas much as you all do. നിങ്ങളെല്ലാം ഒരു പ്രയാസത്തിൽ കൂടെ ആയിരിക്കുന്ന പോലെ ഞാനും അത് ഈ പ്രാർത്ഥനയും സ്നേഹവും ഒക്കെയും ജീവിതത്തിലേക്ക് കൂടെ കൊണ്ടുവരുവാൻ തക്കണം വളരെ പാടുപെട്ടുകൊണ്ടിരിക്കുക. If I know how to effectively pray, then things would have been much different. എങ്ങനെ ഒരു യഥാർത്ഥമായ പ്രാർത്ഥനാ ജീവിതം കൊണ്ട് നയിക്കാമെന്ന് എനിക്ക് നന്നായി അറിയാമായിരുന്നെങ്കിൽ ഞാനത് നന്നായി നിങ്ങളോട് പറഞ്ഞേനെ. So today when we meditate through this prayer of Jesus, hope is that we learn a few lessons that will improve our prayer life. നമ്മുടെ ഇപ്പോഴുള്ള പ്രാർത്ഥന ജീവിതത്തിൽ നിന്ന് കുറച്ചുകൂടെ മെച്ചപ്പെടുവാൻ തക്കവണ ഈ 17-ാം അധ്യായത്തിൽ യേശുക്രിസ്തുവിന്റെ പ്രാർത്ഥനയിൽ കൂടെ നിങ്ങൾക്ക് അറിയാൻ കഴിയുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. Throughout the life of Jesus, that he taught us that the importance of having a prayer life. ഒരു പ്രാർത്ഥന ജീവിതത്തിന്റെ പ്രാധാന്യത്തെ പറ്റി അദ്ദേഹത്തിന്റെ യേശുക്രിസ്തുവിന്റെ ജീവിതം മുഴുവനും അതിൽ കൂടി കാണിച്ചു തന്നിരിക്കുന്നു. In his very busy schedule, he always found time, or like he talked to the Father. He spent time in prayer. എത്ര ബിസിയായുള്ള ഒരു ജീവിതത്തിൽ കൂടെ പോകുമ്പോഴും അവിടെയും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതിന്റെ പ്രാധാന്യം യേശുക്രിസ്തു ഈ തിരുവചനത്തിൽ കൂടെ കാണിച്ചു തന്നിട്ടുണ്ട്. So let me tell you that the area that I struggle, and I know you all, there is a difference between finding time and making time. ഞാൻ പ്രാർത്ഥിക്കാൻ തക്കവണ്ണ സമയം കണ്ടെത്തുവാനും പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയം വേർതിരിച്ചെടുക്കുവാനുമുള്ള ചില പ്രയാസങ്ങൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ നേടിയത് നിങ്ങളോട് പറയാം. Let me give you a simple illustration, then I go into the message. ചില ചെറിയ ഉദാഹരണങ്ങൾ തെളിവുകൾ നിങ്ങളുടെ മുമ്പാകെ വെച്ചിട്ട് ഞാൻ പോകും. Suppose I go to work, then morning I have a message from my boss that I need a 15 minutes meeting with you. എപ്പോഴും എൻ്റെ ജോലിക്ക് കടന്നു പോകുമ്പോൾ ഒരു 15 മിനിറ്റ് എൻ്റെ മാനേജറുമായിട്ടൊരു മീറ്റിംഗ് വേണം. No, not every time. Suppose that when I went to the work and I have a message from the manager, my boss, that he need a 15 minutes of my time that day to meet with him. എപ്പോഴും എൻ്റെ പോകുമ്പോൾ ചില സമയങ്ങളിലൊക്കെ എൻ്റെ മാനേജറിൽ നിന്നൊരു മെസ്സേജ് ഉണ്ടാകാം പുള്ളിയുമായിട്ട് ഒരു 15 മിനിറ്റ് മീറ്റിങ്ങിന് വേണ്ടിയുള്ള. Yeah, so when I went there, and then when I saw the message, but when I looked at my calendar, it's tightly packed. I have so many meetings and I don't find any time in an empty slot to meet with him 15 minutes. ഞാൻ അവിടെ കടന്നു പോകുമ്പോൾ എൻ്റെ ദിവസത്തിൽ എല്ലാ മീറ്റിങ്ങുകളും എനിക്ക് ഫുള്ളി കംപ്ലീറ്റ് ആയതുകൊണ്ട് എനിക്ക് ഈ മാനേജറിനെ മീറ്റ് ചെയ്യാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. Yeah, there is no time, but remember, who is asking me to have a 15 minutes of my time? It's my boss. എൻ്റെ മാനേജറാണ് എന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞ് 15 മിനിറ്റ് ആവശ്യപ്പെടുന്നതെന്ന് ആലോചിക്കണം. So I will quickly rearrange everything in my calendar to make the time for him, and everything else will become secondary at that time. അപ്പോൾ തന്നെ ഇത് കാണുമ്പോൾ തന്നെ എൻ്റെ കലണ്ടറിലുള്ള എല്ലാ മീറ്റിങ്ങുകളും റീഷഫിൾ ചെയ്തിട്ട് എൻ്റെ മാനേജറുമായിട്ടുള്ള ഒരു 15 മിനിറ്റ് ഞാൻ മാറ്റിവെക്കുമായിരുന്നു. Now the schedule got changed because of his schedule. എൻ്റെ ദിനചര്യ ഇത് കാണുമ്പോൾ അദ്ദേഹത്തിന്റെ മെസ്സേജ് കാണുമ്പോൾ എൻ്റെ ആ ദിവസത്തിലുള്ള ഇതെല്ലാം ഞാൻ മാറ്റിവെക്കും. I didn't find the time, but I didn't have an empty slot, but now
I am making time for him. എനിക്ക് ഒരു സമയം പോലും അദ്ദേഹത്തിന് മാറ്റി വെക്കാനില്ല. എന്നാൽ ഈ മെസ്സേജ് കാണുമ്പോൾ 15 മിനിറ്റ് കാണുമ്പോൾ ഞാൻ അദ്ദേഹത്തിന് വേണ്ടി എന്റെ 15 മിനിറ്റ് മാറ്റി Because at that time I have a one-on-one meeting with one of my staff or something else. All of that gets second priority because my boss is asking me 15 minutes and I'm rearranging the schedule based on their request. എന്റെ മാനേജർ എന്നോട് 15 മിനിറ്റ് ചോദിക്കുമ്പോൾ എനിക്കുണ്ടായിരിക്കുന്ന ആ 15 മിനിറ്റ് മറ്റുള്ളവരുമായിട്ടുള്ള കാണുന്നതെല്ലാം മാറ്റി വെച്ചിട്ട് എന്റെ മാനേജറിന് വേണ്ടി 15 മിനിറ്റാണ് ഞാൻ മാറ്റി വെക്കുന്നത്. This is exactly the way we make time for prayer. ഇത് ഇങ്ങനെ തന്നെ ആയിരിക്കണം നമ്മുടെ ഓരോ ദൈനംദിന ജീവിതത്തിലും പ്രാർത്ഥനയ്ക്ക് വേണ്ടി. God is our first priority and when he asks us something and everything else needs to be rearranged based on what he is asking of me. ദൈവമാണ് നമ്മുടെ ജീവിതത്തിന്റെ മുഖ്യ പ്രാധാന്യമെങ്കിൽ ദൈവം എന്താണോ നമ്മുടെ ജീവിതത്തിൽ കൂടി ചോദിക്കുന്നത് അതിനു വേണ്ടി നമ്മുടെ ജീവിതത്തെ മാറ്റി വെക്കണം. Most of the time the biggest mistake that I also do, I squeeze God into my schedule and my schedule is not based on what he wants. എന്റെ ദൈവത്തിന്റെ ആവശ്യത്തിനനുസരിച്ചല്ല, എന്റെ ആവശ്യത്തിനനുസരിച്ച് എന്റെ ദിനചര്യക്കകത്ത് ദൈവത്തിന്റെ ആവശ്യങ്ങളും വന്ന് കൂട്ടിക്കഴിക്കുകയാണ് ഞാൻ പലപ്പോഴും ചെയ്യുന്നത്. That's an area that we struggle and that's an area that we need to really deliberately say, if my God is more important to me, and if my conversation with him is more important, if prayer is more important in my life, I need to have a time for that and everything else will have to come around that. എന്റെ ദൈവമാണ് എനിക്ക് പ്രാധാന്യം, എന്റെ ദൈവവുമായിട്ടുള്ള ഒരു പ്രാർത്ഥനാ ജീവിതമാണ് എനിക്ക് പ്രാധാന്യമെങ്കിൽ മറ്റുള്ളതെല്ലാം രണ്ടാമതായി മാറ്റിവെച്ചിട്ട് ദൈവവുമായിട്ടുള്ള ഒരു ഇടപെടലാണ് അവിടെ കണ്ടുവരുന്നത്. I don't think anyone of us is quite successful in that area, that I am again saying that that's what Jesus taught us, that it doesn't matter how busy he is, he never arranged a schedule for people need running around and then not having a time. He said, my conversation with my Father is more important and everything else come around it. യേശുക്രിസ്തുവിന്റെ മുമ്പാകെ ചുറ്റും പല ആവശ്യങ്ങളുമായി ജനങ്ങൾ ഉണ്ടെങ്കിൽ പോലും അവിടെ എല്ലാം അത് മാറ്റി വെച്ചിട്ട് പിതാവുമായിട്ടുള്ള ഒരു കോൺവെർസേഷൻ, ഒരു സംഭാഷണത്തിന് യേശുക്രിസ്തു സമയം മാറ്റി വെച്ചിരുന്നു. In my own personal opinion, I can say that one and my experience that prayer is one thing that is very difficult for me too. പലപ്പോഴും എൻ്റെ ജീവിതത്തിലും സംഭവിക്കുന്നത് ആ പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയിൽ കൂടി പോകാൻ പലപ്പോഴും ഞാൻ പ്രയാസപ്പെട്ടിട്ടുണ്ട്. I can prepare a sermon for a few hours. I can do anything. I can run around and help others. I can do many things for the kingdom of God. But the very thing, the prayer, to spend so much time with the Father in the presence of God is the most difficult thing. സ്വർഗരാജ്യം കെട്ടിപ്പടുക്കാൻ വേണ്ടി ഒരുപക്ഷെ നമുക്ക് മെസ്സേജ് പ്രിപ്പയർ ചെയ്യാൻ കഴിയും, മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടി എനിക്ക് പോകുവാൻ കഴിയും, അതെല്ലാം ചെയ്യുന്നാലോ ദൈവവുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ചയ്ക്കായിരിക്കണം നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. Second thing is the effectiveness of prayer. നമ്മുടെ പ്രാർത്ഥനയുടെ എഫക്റ്റീവ്നെസ്സിനെ പറ്റിയാണ് രണ്ടാമത് പറയുന്നത്. I really again I don't want to offend anybody, but just one pastor said that prayer is not measured by the yard, it is measured by the weight. ഒരു പാസ്റ്റർ എന്നോട് പറഞ്ഞത് ഞാൻ നിങ്ങളോട് പറയുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ആർക്കും ഒരു ഇടർച്ച ഉണ്ടാവില്ല. ഒരു പ്രാർത്ഥന എന്ന് പറയുന്നത് നിങ്ങളുടെ എത്ര നീളം കൂട്ടുന്നതിലല്ല, അതിന്റെ ആഴത്തിനനുസരിച്ചാണ് ആ പ്രാർത്ഥനയുടെ ആ ഫലം എന്ന് പറയുന്നത്. It is not the length. Sometimes in our intercessory prayer, personal prayer, how much ever you can pray for everybody, please do so. I am not discouraging that one, but we need to have the wisdom and the understanding according to the situation how to pray. ഒരു പ്രാർത്ഥനയിൽ നമ്മൾ പ്രാർത്ഥിക്കണം. ഇന്റർസെസറി പ്രേയർ ആണെങ്കിലും നമുക്ക് അവിടെയൊക്കെ നമ്മുടെ പ്രാർത്ഥിച്ച് എല്ലാ വിഷയങ്ങളും ഏറ്റെടുത്ത് പ്രാർത്ഥിക്കണമെന്ന് ഞാൻ പറയുന്നു. എങ്കാലോ സാഹചര്യങ്ങൾക്കനുസരിച്ച് പരിജ്ഞാനപ്രദമായിട്ട് പ്രാർത്ഥിക്കാൻ നിങ്ങൾ പഠിക്കണം. When we have someone ask us to pray for the food, that's not the time we pray for the salvation of the souls. ഒരു പ്രാർത്ഥന, ഒരു ഫുഡ് ഒരുക്കി വെച്ചിട്ട് ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ ആത്മാക്കളെ രക്ഷിക്കപ്പെടുവാൻ തക്കണം ആ സമയത്ത് പ്രാർത്ഥിക്കുന്നത് ഉചിതമായി തോന്നുന്നില്ല.
Amen. Praise God. The children of God need to know the effective prayer according to the situation. ഒരു സാഹചര്യത്തിന് അനുസരിച്ച് പ്രാർത്ഥിക്കേണ്ടത് ദൈവമക്കൾ യഥാർത്ഥമായി അറിഞ്ഞിരിക്കണം. There are times that the time is running out, and when we have a very limited time, and when the pastor asks you to pray, that's not the time, the intercessory prayer of 45 minutes. പ്രാർത്ഥന സമയമില്ലാത്ത സമയത്ത് പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ ആ സമയത്ത് 45 മിനിറ്റ് എടുത്ത് സഭയുടെ എല്ലാ വിഷയങ്ങളും ഏറ്റെടുത്ത് പ്രാർത്ഥിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. No, we need to pray how to effectively pray. എത്ര എഫക്റ്റീവായിട്ട് പരിജ്ഞാനപ്രദമായിട്ട് നിങ്ങൾക്ക് എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് നിങ്ങൾ പഠിക്കണം. Let me quickly go chapter 17 and learn some of the ways that Jesus was praying. യേശുക്രിസ്തു പ്രാർത്ഥിച്ചത് എങ്ങനെയെന്ന് ഈ 17-ാം അധ്യായത്തിൽ കൂടി നമുക്ക് പഠിക്കാം. So the chapter 17 is a full prayer of Jesus. ഒരു യേശുക്രിസ്തുവിന്റെ മുഴു പ്രാർത്ഥനയാണ് ഇതിൽ കൂടി കാണുന്നത്. So I took a time to read in a prayerful way this whole chapter, and it took me about 3 to 4 minutes. ഒരു പ്രാർത്ഥനയുടെ ഒരു മനോഭാവത്തോടു കൂടി ഞാൻ ഈ വാചനം ഈ അധ്യായം വായിച്ചപ്പോൾ ഒരു 3-4 മിനിറ്റ് എടുത്ത് ഇതൊന്ന് വായിച്ചു. So the prayer of Jesus, I think he might have taken, this was about 3 to 4 minutes of prayer. ഇത് ഒരു 3-4 മിനിറ്റുള്ള ഒരു പ്രാർത്ഥനയായിട്ട് നാം കാണുന്നുണ്ട്. But the impact, the things that he bundled in this prayer, if you look at it, we can go months and months and study this thing. ഇതിന്റെ അകത്തെ പ്രാർത്ഥനയ്ക്കുള്ള ആഴം നമ്മൾ നോക്കുമ്പോൾ ഇതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ മാസങ്ങൾ എടുക്കും ഇത് ഫിനിഷ് ചെയ്യുക. So the first thing he said in this verse, he said like this. He lifted his eyes to the heaven and said, Father, the hour has come. ഇങ്ങനെയാണ് യേശുക്രിസ്തു ഇങ്ങനെ പറയുന്നു. യേശു സ്വർഗത്തേക്ക് നോക്കി പറഞ്ഞത് എന്തെന്നാൽ, പിതാവേ, നാഴിക വന്നിരിക്കുന്നു. This disciples has been with Jesus for almost more than 3 years. 3 വർഷങ്ങൾക്ക് അധികമായി ശിഷ്യന്മാര് യേശുക്രിസ്തുവിനെ കൂടെ. They had so many challenges. They kind of traveled through very rocky terrain, and they had ups and downs, so many issues, but they are at this point in the very last hour with Jesus. വെല്ലുവിളികളും അതികഠിനമായ ശോധനകളിൽ കൂടിയൊക്കെ കടന്നുപോയ ശിഷ്യന്മാർ അവസാന നാഴികയിലേക്ക് യേശുക്രിസ്തുവിന്റെ അടുത്തേക്ക് എത്തി. And Jesus also said previously many times that my hour hasn't come. പലപ്പോഴും പറഞ്ഞ എന്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല എന്ന് യേശുക്രിസ്തു പറഞ്ഞു. But this particular moment he is saying, my time, the hour has come. എന്നാൽ ഇപ്പോൾ ഈ സാഹചര്യത്തിൽ പറഞ്ഞ എന്റെ നാഴിക വന്നിരിക്കുന്നു. What does that mean? എന്താണ് അതിനെ പറ്റി മനസ്സിലാക്കുന്നത്? This is the hour that Jesus has been prepared for a long time. ഒരു നാളുകളായി ഈ ഒരു സമയത്തിന് വേണ്ടിയാണ് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നത്. This is the hour, the beginning of that hour, in my opinion, started at the Garden of Gethsemane when God made the promise. ആ ഗെത്സമന തോട്ടത്തിൽ പറഞ്ഞിരിക്കുന്ന ദൈവത്തിന്റെ വാഗ്ദത്ത പ്രകാരം അവിടെ തൊട്ടേ തുടങ്ങിയതാണ് ഈ. I mean, that's where the mankind lost the fellowship with God and lost everything that God provided for them. At that point onwards, this hour has started. ഒരു മനുഷ്യൻ തന്റെ ദൈവവുമായിട്ടുള്ള കൂട്ടായ്മ നഷ്ടപ്പെട്ട ആ സമയത്ത് തന്നെ ഈ വാഗ്ദത്തത്തിന്റെ നിവൃത്തീകരണത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. Now Jesus is saying that the hour has come that I need to reclaim what the mankind has lost. എന്താണോ മനുഷ്യൻ നഷ്ടപ്പെട്ടത് ആ മനുഷ്യനെ വീണ്ടെടുക്കുവാനുള്ള നാഴിക ഇപ്പോൾ വന്നിരിക്കുന്നു എന്ന് യേശുക്രിസ്തു പറയുന്നു. Oh, the creatures can regain the joy of fellowship with God. ദൈവവുമായിട്ടുള്ള കൂട്ടായ്മയുടെ സന്തോഷത്തെ നേടിയെടുക്കുവാനുള്ള സമയമാണ് വന്നിരിക്കുന്നത്. That time has come. ആ നാഴികയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. And he is about to enter into that moment. ആ സമയത്തിനകത്തേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. That's the time he is praying this prayer. ആ സമയത്താണ് ഈ പ്രാർത്ഥന യേശുക്രിസ്തുവിന്റെ നാവിൽ നിന്ന് വരുന്നത്. So let me unpack this thing. There are so many things, but let me tell you, Jesus prayed at least for 3 groups. That's all I want to say about today. 3 ഗ്രൂപ്പുകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഞാൻ ഇതിൽ കൂടി നിങ്ങളോട് പറയട്ടെ. Number 1, he prayed for himself. തനിക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിച്ച ഒന്നാമതായി പറയുന്നു. He said, glorify your son so that the son glorify you. അങ്ങയെ മഹത്വപ്പെടുത്തേണ്ടതിന് അങ്ങയുടെ പുത്രനെ മഹത്വപ്പെടുത്തണമേ എന്ന് പറയുന്നു. That's the first word out of his mouth. That is, Father, glorify your son so that the son will turn around and glorify you. നിന്റെ പുത്രൻ നിന്നെ മഹത്വപ്പെടുത്തേണ്ടതിന് പുത്രനെ മഹത്വപ്പെടുത്തണമെന്ന് ആദ്യമായി പറയുന്നത്. So the lesson that we need to learn from the prayer is this. ഈ പ്രാർത്ഥനയിൽ നിന്ന് പഠിക്കേണ്ടെന്ന് പറയുന്നത്, there is something that we can ask God to honor us, to glorify us, deliver us from our situation. But is there a glory
for the Father in that issue. നമ്മൾ ദൈവത്തോട് മാനം ആഗ്രഹിക്കുക, നമ്മളെ മഹത്വപ്പെടുത്തണം ഒക്കെ നമുക്ക് ദൈവത്തോട് ചോദിക്കാം. എന്നാൽ അതിൽ കൂടി നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തുന്നതുണ്ടോ? That's one key component. He's teaching us that glorify me, deliver me, or honor me. But in that process, your name will be honored. എന്നെ ഒന്ന് മഹത്വപ്പെടുത്തണം, എന്നെ ബഹുമാനിക്കണം എന്ന് ഇതിൽ കൂടി അങ്ങേ മഹത്വപ്പെടുത്തുന്ന ഒരു പ്രതിഭാസത്തിൽ അതിലേക്ക് കടക്കട്ടെ എന്ന് പറയുന്നു. Now, look at the situation of the son, how he can be glorified. എങ്ങനെയാണ് ഈ പുത്രൻ ഈ സാഹചര്യത്തിൽ ഒന്ന് മഹത്വീകരണത്തിലേക്ക് പോകുന്നത്? We sang today, and in the song the theme was there, he is going to be crucified. അവൻ ക്രൂശീകരണത്തിലേക്ക് ക്രൂശിക്കപ്പെടുവാൻ തക്കവണ്ണം പോകുന്നു. നമ്മൾ Galatians 3:13 says, anyone hang on the cross or the tree is a curse. 3:13 പറയുന്നത് ആരും മരത്തിൽ തൂങ്ങുന്നു അവൻ പാപിയാണെന്ന് പറയുന്നു. I mean, he is a curse. ശപിക്കപ്പെട്ടവനാണ്. I mean, Jesus took the curse of us and he became a curse. ആ ശാപം തനിക്ക് വേണ്ടി അവൻ അത് ഏറ്റെടുക്കുകയാണ് ചെയ്തത്. I mean, so you look at it, he is going to be rejected, he is going to be on the cross, he is going to be crucified, he is going to be buried, and where is the glory coming? ക്രൂശിക്കപ്പെടുവാൻ, മറ്റുള്ളവരെ നിരസിക്കപ്പെടുവാൻ, ശാപമാകുവാൻ പോകുമ്പോൾ എവിടെയാണ് അവിടെ മഹത്വം കയറി വരുന്നത്? He knows that the moments in front of him, the people going to accuse him, they're going to slap on him, they're going to put a crown on him, the crown of thorn. In every aspect, this humiliation is in front of him. തന്റെ മുമ്പിലായിരിക്കുന്ന ജനം തന്നെ പരിഹസിക്കാൻ പോവുക, തന്നെ മുറിവേൽപ്പിക്കാൻ പോവുക, മുൾക്കിരീടം ചേർത്താൻ പോവുക. ഇവിടെയൊക്കെ കാണുമ്പോൾ എവിടെയാണ് ഒരു മഹത്വം കയറി വരുന്നത്? Amen. Praise God. Look at the situation. We sang here together that they finally they crucified him. They put him in the tomb and they sealed him and said he is over. ക്രൂശിക്കപ്പെട്ട് കഴിഞ്ഞ് അവനെ കല്ലറയ്ക്കുള്ളിൽ അടച്ചു കഴിഞ്ഞപ്പോൾ അവരെല്ലാം പറഞ്ഞു അവന്റെ ജീവിതം ഇവിടം കൊണ്ട് അവസാനിച്ചിരിക്കുന്നു. Where is the honor that Jesus the Son of God is now in the tomb? കല്ലറയ്ക്കുള്ളിലായിരിക്കുമ്പോൾ എവിടെയാണ് യേശു ക്രിസ്തുവിന്റെ മഹത്വം ഉയർന്നു വരുന്നത്? According in front of everybody he is humiliated, he is now in the tomb. അപമാനിക്കപ്പെട്ട് കല്ലറയ്ക്കുള്ളിൽ അകത്തിരിക്കുമ്പോൾ എവിടെയാണ് മാനം കയറി വരുന്നത്? At that time what do they going to do? The prayer needs to be answered. Son, glorify thy son. That's what he was asking. ഇവിടെ പറയുന്നത് അങ്ങയുടെ പുത്രനെ മാനിക്കപ്പെടണം എന്ന് പറയുന്നു. So the heaven is looking at it. Jesus is in the tomb. Now imagine, you all remember the story that even the Moses, the little servant, when he died, Satan was claiming on the body and will not let him go. ആമേൻ. മോശ മരിച്ചപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും അവന്റെ ശരീരത്തിന് വേണ്ടി പിടിച്ചുകൊണ്ടിരിക്കുന്ന God had to send Michael over there to deliver that. ആമേൻ. മിഖായേൽ എന്ന ദൂതനെയാണല്ലോ അങ്ങോട്ട് അയച്ചത്. So I am imagining that if in a situation this is so critical for a long time, even Satan know that there is a chance that Jesus will be resurrected. He doesn't want that to happen. പിശാചിനെ അറിയാം ഈ കല്ലറ തുറന്ന് പുറത്തേക്ക് വരും, അത് സംഭവിക്കാതിരിക്കാൻ തക്കവണ്ണം പിശാച് തന്ത്രങ്ങളും I mean, I believe that he put all the demons in the entire heavenly places and the places, the garden of over there where the tomb, he packed everything over there. കല്ലറയ്ക്കുള്ളിലായിരിക്കുന്നവൻ ആരായിരുന്നു? അവന്റെ ചുറ്റും തന്റെ ദുരാത്മാക്കളെ കൊണ്ട് നിറച്ചുകൊണ്ടിരിക്കുന്ന പിശാച്. And the Satan said, we don't want Jesus in any chance come out of that tomb. ഏത് സമയത്തെങ്കിലും ഈ യേശു ക്രിസ്തു ഇതിൽ നിന്ന് ഉയർക്കരുതെന്നുള്ള പിശാച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. Amen. That is the assignment and that's what they are all looking for. അതാണ് അവരിൽ ഭരമേൽപ്പിച്ചിരിക്കുന്നതും അതാണ് അവർ നോക്കിക്കൊണ്ടിരിക്കുന്നതും. In such a situation the heaven looked down. ആ സമയത്താണ് സ്വർഗ്ഗം കുനിഞ്ഞു നോക്കുന്നത്. And who will go? ആരാണ് ദൈവം? Amen. Who will go down? ആരാണ് ഇതിലേക്ക് ഇറങ്ങി പോകുന്നത്? Heaven decided not to send Michael over there. മിഖായേലിനെ അല്ല അവിടെ അയക്കേണ്ടത്. Because heaven didn't want to take even a small chance of failure. ഒരു തെറ്റ് പോലും ഒരു തോൽവി അവിടെ സംഭവിക്കാൻ സ്വർഗ്ഗം ആഗ്രഹിക്കുന്നില്ല. So the Holy Spirit said, I will go down. പരിശുദ്ധാത്മാവ് ഞാൻ താഴേക്ക് പോകും. I mean, the Holy Spirit came down by himself. പരിശുദ്ധാത്മാവ് തന്നെ ഈ He came to the tomb. That's what we read in Romans. ലേഖനത്തിൽ പറയുന്നത് കല്ലറയ്ക്കുള്ളിലേക്ക് പരിശുദ്ധാത്മാവ് Holy Spirit lifted Jesus out of death. കല്ലറയ്ക്കുള്ളിൽ നിന്ന് യേശുക്രിസ്തുവിനെ പുറത്തേക്ക് കൊണ്ടുവന്നു. That is the power of Holy Spirit. അതാണ് പരിശുദ്ധാത്മാവിന്റെ
ക്രിസ്തുവിന്റെ ശക്തി എന്ന് പറയുന്നത്. That is what God the Father has designed to glorify the Son. അതാണ് സ്വർഗ്ഗസ്ഥനായ പിതാവ് തന്റെ പുത്രനെ മഹത്വീകരിക്കാൻ തക്കവണ്ണം ചെയ്തെടുത്തത്. Child of God, don't look at your situation. നിങ്ങളുടെ സാഹചര്യത്തെ നോക്കരുത് കുഞ്ഞുങ്ങളെ. Sometimes we trying to calculate and find how God is going to work in this situation. എന്റെ സാഹചര്യത്തെ ദൈവം എങ്ങനെ ചെയ്തെടുക്കുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? Most of the time we spend so much time trying to figure out what God will do. എന്റെ ദൈവം എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ് നിങ്ങളുടെ സമയം വൃഥാ പാഴാക്കുന്നുണ്ടോ? Amen. Praise the Lord. Quit doing that one. ആ പാഴാക്കുന്ന സമയം കളയാതിരിക്കുക. Even in that situation, He had a method. ആ Hallelujah. സാഹചര്യത്തിലും ദൈവത്തിന്റെ കയ്യിൽ പദ്ധതികളുണ്ട്. Amen. When Shadrach, Meshach, and Abednego was in the fire. ഓ തീക്കുള്ളിലായിരിക്കുന്ന ശദ്രക്ക് മേശക്ക് അബേദ്നെഗോ. Amen. Then God did not send an angel over ഒരു there. ദൂതനെ അല്ല ദൈവം അങ്ങോട്ട് അയച്ചത്. Angel can deliver him out of the fire. ഒരു തീക്കുള്ളിൽ നിന്ന് ഒരു ഏഞ്ചലിന് കഴിയും എടുത്തു. But he wanted to prove the Pharaoh that I have a power over fire. ഒരു തീയുടെ മേലും എനിക്ക് അധികാരമുണ്ടെന്ന് തെളിയിച്ചു തന്ന ദൈവമാണ്. That's why the Son came himself. അതുകൊണ്ടാണ് ഒരു നാലാമതായി പുത്രനെ That's that an angel Son came to say that, Amen, with the fire I can protect my people. എന്റെ ജനത്തെ തീക്കുള്ളിൽ നിന്നും അവനെ അത്ഭുതകരമായി രക്ഷപ്പെടുത്താൻ എനിക്ക് Hallelujah. കഴിയും. Some of you are worrying about your situation. നിങ്ങളുടെ സാഹചര്യത്തെ നിങ്ങൾ അടിഞ്ഞു Hallelujah. പോകുന്നുണ്ടോ? Amen. God has a method. ദൈവത്തിന് ഒരു പദ്ധതി നിങ്ങളുടെ സാഹചര്യത്തിന്മേലുണ്ട്. We don't need to teach him that. അത് ദൈവത്തെ പഠിപ്പിക്കേണ്ട കാര്യമില്ല. Hallelujah. Glory to God. Amen. When He comes down. Amen. When the Spirit comes down. Yes. Oh, He's going to do it. യേശുവിന്റെ നാമത്തിൽ. Hallelujah. ഹല്ലേലൂയ. Glory to God. Glory to God. Glory to God. Glory to God. യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. Glory. Yes. Lord, in the name of Jesus, Amen. I pray not only the tombs to be opened, but this morning the wombs to be opened. Hallelujah. ആമേൻ. ഒരു കല്ല് മാത്രമല്ല. ചില ഗർഭപാത്രങ്ങൾ In the name of Jesus. ഓ യേശുവിന്റെ നാമത്തിൽ. ചിലത് തുറക്കട്ടെ. Yes. യേശുവിന്റെ നാമത്തിൽ. Right now. യേശുവിന്റെ നാമത്തിൽ. In the name of ചിലത് Jesus. തുറക്കട്ടെ. Hallelujah. Oh, yes. ഓ ചില വാതിലുകൾ തുറക്കട്ടെ. ചില ഗർഭങ്ങൾ തുറക്കട്ടെ. Hallelujah. യേശുവിന്റെ നാമത്തിൽ. Glory to God. Glory to God. ബരാബര. Hallelujah. യേശുവിന്റെ നാമത്തിൽ. Yes. ഹല്ലേലൂയ. Thank you, Lord. ആമേൻ. In the name of Jesus. Yes. Hallelujah. ഹല്ലേലൂയ. Yes, Lord, you are a great God. ആമേൻ. Oh. Shikamana Rabas. യേശുവിന്റെ നാമത്തിൽ. Yes. Hallelujah. സംഭവിക്കട്ടെ. Lord, സംഭവിക്കട്ടെ. thank you, Jesus. ആമേൻ. ജീവിതങ്ങൾ അങ്ങനെ സംഭവിക്കട്ടെ കർത്താവേ. Yes. ആമേൻ. Yes. We did not come here to sing that your name is great, but we came here to experience the deliverance through your name, O Lord. ദൈവനാമത്തിൽ വിടുതല പ്രാപിക്കുവാനൊക്കെ. Hallelujah. Yes. Glory to യേശുവിന്റെ God. നാമത്തിൽ. Glory to യേശുവിന്റെ God. നാമത്തിൽ ശരീരങ്ങൾ Yes. തുറന്ന്. Honor thy people, O Lord. Glorify thy name. യേശുവിന്റെ Glorify thy name. Glorify thy name in the families, in the individuals. Hallelujah. Oh, yes. Hallelujah. Hallelujah. Glory to God. Yes, yes, yes. Hallelujah. Yes. അത് സംഭവിക്കുക ചെയ്യും. Hallelujah. അത് സംഭവിക്കുക. Hallelujah. Oh, yes. Yes. Thank you, Jesus. Hallelujah. Hallelujah. How did the Father glorify the Son? എങ്ങനെയാണ് പുത്രനെ ദൈവം മഹത്വപ്പെടുത്തിയെടുത്തത്? Philippians chapter 2 is beautifully describes. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നു. When even the world and everything rejected and put him under the tomb,
God gave him a name that is above every other name. Hallelujah. എല്ലാ ഈ ലോകം അവനെ ക്രൂശിച്ച ഒരു കല്ലറയ്ക്കുള്ളിൽ കഴിഞ്ഞപ്പോൾ എല്ലാ നാമത്തിനും മേലായ നാമമാണ് And നൽകിയത്. he exalted him to the highest place. അവനെ അവിടുന്ന് ഉയർത്തിയെടുത്തു. Hallelujah. Hallelujah. That's what Jesus was asking here. Amen. Jesus said, glorify thy son by giving Yes. the position that I had with you before. എനിക്ക് ഇതിനു മുമ്പ് അങ്ങിൽ ഉണ്ടായിരുന്ന ആ സ്ഥാനത്തിൽ കൂടി ദാനം നൽകി എന്നെ ഒന്ന് മഹത്വപ്പെടുത്തി എടുക്കണമെന്ന് ക്രിസ്തു. But in order for him to get into the position that he had already had, he had to go through the cross and death and resurrection. Hallelujah. താൻ ആയിരുന്ന സിംഹാസനത്തിൽ കർത്തൃത്വത്തിൽ നിന്ന് വരുവാൻ തക്കവണ്ണം അവൻ ഇതിൽ കൂടി ക്രൂശീകരണം പ്രാപിച്ച് ഒരു പുനരുദ്ധാനത്തിൽ കൂടി ദൈവസന്നിധിയിൽ എത്തണമായിരുന്നു. The Son of God had to, in human way, for a perfect submission for the Father to be glorified. ഓ എന്റെ ദൈവത്തിന്റെ പിതാവിന് മഹത്വപ്പെടണമെങ്കിൽ ഒരു പുത്രന്റെ കടമ എന്നപോലെ ആ ജഡത്തിൽ വന്ന് ആ ജഡത്തിൽ തന്നെ വസിച്ച് മുമ്പോട്ട് പോകണമായിരുന്നു. A message is coming Amen. that we pray, but sometimes we do not have a complete submission. There are areas need to be submitted to the Lord for the total control, total surrender, and submission is necessary for the prayer to be answered and glorified. നാളുകളായി പ്രാർത്ഥിച്ചു എന്നാൽ ഇന്ന് പ്രഭാതത്തിൽ വിളിച്ചു പറയുന്ന ദൂത, നിങ്ങളുടെ പ്രാർത്ഥന അതിന്റെ ഒരു ഫലത്തിലേക്ക് എത്തണമെങ്കിൽ നിങ്ങളുടെ ദൈവസ്ഥലത്ത് കീഴ്പ്പെട്ടിരുന്ന ആ പ്രാർത്ഥനയോട് മുമ്പോട്ട് പോകണം. Yes, submission. Why I don't know why Holy Spirit is talking to submission in the church. വ്യക്തമായി പറയുന്നു ആ ദൈവസ്ഥലത്ത് കീഴ്പ്പെട്ടിരുന്നിരിക്കുവാൻ പറയുന്നു. Hallelujah. Submission to God, submission to the head of the house, submission to the church, submission to one another. There is a total submission God is asking from the children of God. ദൈവമക്കളുടെ ജീവിതത്തില് ദൈവത്തിന് മുമ്പാകെ കീഴ്പ്പെടണം. തന്റെ ഭവനങ്ങളിൽ കീഴ്പ്പെടണം. സഹോദരങ്ങൾ അന്യോന്യം കീഴ്പ്പെട്ട സഭയ്ക്ക് കീഴ്പ്പെട്ടിരുന്ന് മുമ്പോട്ട് ഓടുവാൻ പരിശുദ്ധത്വം വ്യക്തമായി വിളിച്ചു പറയുന്നു. Amen. When Jesus submitted that way, അതുവഴി യേശു ക്രിസ്തു അവിടെ തന്റേതായി സമർപ്പിച്ചപ്പോൾ he was glorified. അവിടുന്ന് ഒരു മഹത്വീകരിക്കുകയായിരുന്നു ചെയ്തത്. Amen. The Father honored. ആ പിതാവ് അവനെ ഹല്ലേലൂയ ബഹുമാനിച്ചെടുത്തു. Children of God, submit our areas of. There are areas still that Holy Spirit is not able to penetrate. There are areas still that we control ourselves. There are areas still being controlled by pride, jealousy, or whatever it is. This morning, very, 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 very intentionally and deliberately, Holy Spirit is saying, submit. പരിശുദ്ധ വ്യക്തമായി വിളിച്ചു പറയുന്നു, നിങ്ങളുടെ നിയന്ത്രണത്തിലായിരിക്കുന്ന ചില അഹംഭാവ ഭാവങ്ങള് ഏതെങ്കിലും ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മ വ്യക്തമായി വിവേചിച്ചു പറയുന്നത് അതിനെ മാറ്റിയെടുത്ത് ദൈവസന്നിധിയിൽ കീഴ്പ്പെട്ടിരുന്ന് മുന്നേറുവാൻ പറയുന്നു. Praise God. Second thing he said, Lord, Father, not only glorify me, that I will glorify you. And the second word, second statement is very important. He said, I have brought glory on earth by completing the work that you have given to me. എന്നെ മഹത്വപ്പെടുന്നതൊന്നും അല്ല, അങ്ങ് എനിക്ക് തന്നിരിക്കുന്നതെല്ലാം ഞാൻ ഇവിടെ ഈ ലോകത്ത് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. Yes, I have glorified you, I brought glory to you by completing the work that you gave it to me. എന്നിൽ ബലമേൽപ്പിച്ച ദൗത്യം എന്ത് ജോലിയാണോ എന്നെ ഏൽപ്പിച്ച ദൗത്യമാണോ ഏൽപ്പിച്ചത് അത് തികയ്ക്കുന്നത് മൂലം അങ്ങനെ ഞാൻ മഹത്വപ്പെടുത്തി എന്ന് പറയുന്നു. I don't know how far I can go, but I want to stay in there a little bit. അപ്പോൾ എത്രമാത്രമാണ് ഞാൻ ഈ ദൂതിനെ വീണ്ടും ഞാൻ ആഴമായി ഞാൻ പഠിപ്പിക്കും. What was the work Lord Jesus came here for? എന്ത് ദൗത്യമായിട്ടാണ് യേശുക്രിസ്തു ഇവിടേക്ക് വന്നത്? Luke's Gospel chapter 4 we read, he said, I have to go and preach the kingdom of God to the other countries, other provinces, because the people are saying, stay here. He said, no, I cannot stay here. I have to preach the good news to others too. ലൂക്കോസിന്റെ സുവിശേഷം 4:43 പറഞ്ഞു, ഞാൻ മറ്റുള്ള ദേശത്തിലും പോയിട്ട് എന്റെ സുവിശേഷം അറിയിക്കേണ്ടതായിട്ടുണ്ട് എന്ന് പറയുന്നു. John's Gospel chapter 4, when you remember, he said, I have to do the Father's work. That's what he has assigned me. യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നു, എന്റെ ദൈവം എന്നെ ബലമേൽപ്പിച്ച ദൗത്യം അത് തികച്ചെടുക്കേണ്ടിയിരിക്കുന്നു
തികച്ചിരിക്കുന്നു എന്ന് പറയുന്നു. One time when the disciples asked, said, to completing the work of my Father is my food. എന്റെ ദൈവത്തിന്റെ പിതാവിന്റെ പ്രവൃത്തി തികച്ചെടുക്കുന്നത് എന്റെ ആഹാരമെന്ന് എന്റെ കർത്താവ് യേശു ക്രിസ്തു ഇവിടെ In this പറയുന്നു. chapter, when you go home and read, he said, I have given the word that you have given to me to my people. ഞാൻ അങ്ങ് എന്നെ ബലമേൽപ്പിച്ചിരിക്കുന്ന ആ വചനം ഞാൻ എന്റെ ജനങ്ങൾക്ക് നൽകി എന്ന് പറയുന്നു. I have completed the work that you have given me. അങ്ങ് നൽകിയ ദൗത്യം ഞാൻ ഇവിടെ തികച്ചിരിക്കുന്നു. Why is he so confident to stand in the presence of the Father and ask? Because he knows the work that is given to him is completed. തന്റെ പിതാവിന്റെ മുമ്പിൽ ഇരുന്ന് കോൺഫിഡന്റ് ആയിട്ട് പറഞ്ഞു തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം തികച്ചത് കൊണ്ട് മാത്രമാണ് അത് തികച്ചിരിക്കുന്നു എന്ന് പറഞ്ഞത്. Now again here, not with the intention to offend anybody, but we come to the presence of God many a time not completing the task that God has assigned. ഞാൻ ആരെയും ഒരു ഇടർച്ചയിലേക്ക് നയിക്കുവാനല്ല, എന്നാലോ നമ്മളിൽ ഭരമേൽപ്പിച്ചിരിക്കുന്ന ദൗത്യം പലപ്പോഴും നിറവേറാണ് പലപ്പോഴും ദൈവസന്നിധിയിൽ നാം പലപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത്. And I feel, and I am part of that, it appears to be a lot of lame excuses we present in front of God in the form of confession. ഒരു പലപ്പോഴും ഞാൻ ഉൾപ്പെടെ പലപ്പോഴും ഒരു കുറ്റസമ്മതത്തോടു കൂടി പല കാരണങ്ങൾ, നിസ്സാരമായ കാരണങ്ങൾ ദൈവസന്നിധിയിൽ നിരത്തിക്കൊണ്ടാണ് പലപ്പോഴും നാം പോകുന്നത്. Lord, I didn't do this, so forgive me. I didn't do this one, I forgive me. Lord, I didn't do this one, forgive me. We come to Lord with a list of things that we didn't do and ask forgiveness. That is not the right way to come into the presence of God. നമ്മളെ ബലമേൽപ്പിച്ചിരിക്കുന്ന പല കാര്യങ്ങളും ദൈവമേ ഞാൻ അത് ചെയ്തില്ല, എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് നിരത്തിക്കൊണ്ടിരിക്കുന്ന കാരണങ്ങളുമായാണ് I ദൈവസന്നിധിയിൽ. am not asking not to ask forgiveness, but again think through what I am saying is that one, that we bring these excuses. We time and time again do not take time to do the assignment, do not do what the Lord has asked us to do, and then at the end where we can come into the presence of God and say, Lord, forgive me, I didn't do, forgive me, I didn't do, forgive me, I didn't do. That is not going to work. ചെയ്തിരിക്കുന്നത് പറഞ്ഞിരിക്കുന്ന ദൗത്യങ്ങൾ ചെയ്യാതെ ഓരോ ദിവസം പോകുമ്പോഴോ എപ്പോഴും ഒന്ന് ക്ഷമ ചോദിക്കുന്നത് അതല്ല ദൈവം നിങ്ങളിൽ കൂടി ആഗ്രഹിക്കുന്നത്. Jesus said, I completed the work you have given to me. എന്നിൽ ബലമേൽപ്പിച്ചിരിക്കുന്ന പ്രവൃത്തി ഞാൻ തികച്ചിരിക്കുന്നു എന്ന് യേശു ക്രിസ്തു വ്യക്തമായി If at all we are not able to say that the same thing today, are we striving very hard to do daily the task that God has given? നമ്മെ ബലമേൽപ്പിച്ചിരിക്കുന്നതെല്ലാം ചെയ്തെടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ പോലും അതിലേക്ക് എത്തുവാൻ തക്കവണ്ണം നാം പരിശ്രമിക്കുന്നുണ്ടോ? Most of the time we are focusing on what we need to do. നമുക്കെന്ത് ചെയ്യണമെന്നുള്ള ആ ഒരു ശ്രദ്ധയിലേക്കാണ് നിങ്ങളുടെ ജീവിതം പോകുന്നത്. I am not saying to avoid that one, but do we have a conscious mind of priority that, God has assigned this to me and I got to do it. ദൈവം എന്നിൽ ചില ദൗത്യങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്, അത് ചെയ്യണമെന്നുള്ള ഒരു ബോധം നിങ്ങളുടെ ഉള്ളിലുണ്ടോ? When the last breath is gone, and I said this in the past, it is one thing for people to come, such a lie on the last bulletin we prepare, say, I fought a good fight. Others are writing. I don't know. It would be better that if I can say while I'm alive, Lord, I completed the task you have given me. ആമേൻ. ഒരുപക്ഷെ നിങ്ങളുടെ അവസാന ശ്വാസം വിളിക്കുമ്പോൾ ഒരുപക്ഷെ മറ്റുള്ളവർക്കൊന്ന് പറയാം, നല്ല പോർ പൊരുതി ഓട്ടം തികച്ചു എന്ന് പറയാം. എന്നാലോ അതല്ല ദൈവം ആഗ്രഹിക്കുന്നത്. That's my prayer these days. If at all nothing, this message is doing nothing to you, I humbly, respectfully ask, can we self-examine our life? Is 24 hours, 7 days? Is it all for me? Or is what am I doing for my Lord? ആമേൻ. ഒരുപക്ഷെ ദൂതുകൾ പലത് കേട്ടിട്ടുണ്ടെങ്കിലും വളരെ താഴ്മയോട് നിങ്ങളോട് പറയട്ടെ, ഈ 7 ദിവസം നിങ്ങൾക്ക് തരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി അല്ലാതെ ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും നിങ്ങൾ ചെയ്തെടുക്കാൻ ശ്രമിക്കുന്നുണ്ടോ? Let us say, Lord, glorify me so that I can glorify you. And I bring glory to you, Lord.
by completing the assignment that you have given to me. ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിക്കാം, ദൈവം അങ്ങ് ഞങ്ങൾ മഹത്വപ്പെടേണ്ടതിന് അങ്ങ് എന്നിൽ ഭരമേൽപ്പിച്ച ദൗത്യം ഒന്ന് ചെയ്തെടുക്കുവാൻ ആ ഒരു പ്രാർത്ഥനയോടുകൂടി നമുക്ക് പോകാം. You see how the prayer of Jesus, it is not giving a errand list of things for God to do. That's what most of the time my prayer is, Lord, you do it. But here Jesus is teaching us a model to say that, no, I have done what you asked me to do. Because of that, glorify your name. ഇവിടെ നമ്മൾ പലപ്പോഴും ആവശ്യങ്ങളുടെ ഒരു കണക്കുകൾ ദൈവത്തിന്റെ മുമ്പാകെ നിരത്തിയിട്ട് ദൈവമേ ഇത് ചെയ്തെടുക്കുന്നു പറയുന്നത് പോലല്ല, ഇവിടെ വന്ന് വളരെ കോൺഫിഡന്റോടുകൂടി യേശു ക്രിസ്തുവിനെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ദൗത്യം നിവൃത്തീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാണ് യേശു ക്രിസ്തു ഇവിടെ തുടങ്ങുന്നത്. When I meditated, I began to be pricked in my conscience. Say, Lord, how many things that I could have done for my brothers or sisters, instead of moving a little, putting a little effort, it is the most easy for me to come into the presence and say, Lord, you do that. എൻ്റെ സഹോദരിമാര് കടന്നുപോയ ആവശ്യങ്ങളിൽ ഓരോ ചെറുവിരൽ പോലും എനിക്ക് നടക്കുവാൻ കഴിയാതെ പലപ്പോഴും ഈ കാര്യങ്ങളെല്ലാം ആവശ്യങ്ങളെല്ലാം അങ്ങയുടെ മുമ്പിൽ എത്ര പ്രാവശ്യം നിരത്തിയിട്ടുണ്ടെന്ന് ഒരു പക്ഷേ. And I ask you, my heavenly Father, the creator of the universe, you go and do it. I don't have the time. ഞാൻ അങ്ങ് ഈ ലോകത്തിന്റെ സൃഷ്ടാവായിട്ട് അങ്ങ് പോയി ചെയ്തെടുക്കണം എന്ന് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. Let us learn to pray effectively. ഒരു യഥാർത്ഥമായ ഒരു പ്രാർത്ഥിക്കാൻ തക്ക നമ്മൾ പഠിക്കണം. Let the name of God be glorified. ആ ദൈവത്തിന്റെ നാമം മാത്രം മഹത്വീകരിക്കാൻ നാം ശ്രമിക്കുക. Every time when God honors us, let there be a return glory to the Father, to our Jesus. നമ്മളെ ദൈവം മഹത്വത്തിലേക്ക് നയിക്കുമ്പോൾ അതിനകത്തും ഒരു ദൈവത്തിന്റെ മഹത്വം വരുവാൻ തക്കവണ്ണം നാം ശ്രമിക്കണം. How many times God came and delivered and intervened for your situation more than you imagined, and what is the glory God is getting from that deliverance, that situation? നിങ്ങൾ ചിന്തിക്കുന്നതിലും അപ്പുറമായിട്ട് നിങ്ങളുടെ സാഹചര്യങ്ങളുടെ വെല്ലുവിളികളിലും ഇറങ്ങിത്തിന്ന് ദൈവം നിങ്ങളെ വിടുവിച്ചേർത്തെടുത്തത് അത് ദൈവത്തിന്റെ മഹത്വീകരണത്തിലേക്ക് നയിച്ചിട്ടുണ്ടോ? So Jesus prayed for himself, and then let us see, if I have a few minutes, we will cover a little bit. Then he is praying for his disciples. തന്റെ ശിഷ്യന്മാർ രണ്ടാമതായി യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാർക്ക് വേണ്ടിയാണ്. Verse 9 onwards, that's what we read. 9 വാക്യം തൊട്ട് നമ്മൾ അത് വായിക്കാൻ. Verse 11 we read, Jesus prayed, Lord, protect this disciple, my disciples from the world. ഈ ലോകത്തിൽ നിന്ന് എന്റെ ശിഷ്യന്മാരെ കാത്തുകൊള്ളണമേ എന്ന് പറയുന്നു. And in NLT version it says, keep them and care for them. അവരെ സൂക്ഷിച്ച് അവരെ സംരക്ഷിക്കണമേ എന്ന് NLT version പറയുന്നു. Keep them from wandering into the world. ഈ ലോകത്തിൽ അലഞ്ഞു പോകാതെ അങ്ങ് സൂക്ഷിക്കണമേ എന്ന് പറയുന്നു. Keep them to be faithful to their mission and to the word that I gave it to them. അവരുടെ വചനത്തിലും അവർ കൊടുത്തിരിക്കുന്ന ദൗത്യത്തിലും അവരെ സൂക്ഷിച്ചുകൊള്ളണമേ. So God is praying for a physical and spiritual security of the disciples. ആത്മീയ ഭൗതികത്തിൽ ഒരു സംരക്ഷണമാണ് യേശുക്രിസ്തു ഇതിൽ കൂടി പ്രാർത്ഥിക്കുന്നത്. He has been with them till now, and now he is leaving, so he is saying, Father, take care of them. ശിഷ്യന്മാരോടൊപ്പം ഇതുവരെ ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ നിന്ന് കടന്നു പോകുമ്പോൾ പിതാവേ അങ്ങ് അവരെ കാത്തുകൊള്ളണമേ എന്ന് പറയുന്നു. Okay, that's one thing, and the next thing is more important. അടുത്തതാണ് രണ്ടാമത് ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് ആയിട്ട് നാം കാണുന്നത്. Said, keep them united as we are. നമ്മൾ എങ്ങനെ ഐക്യതയോടുകൂടിയായിരുന്നു അതേ ഐക്യതയിൽ അവരെ സൂക്ഷിക്കണേ. Jesus is asking the Father, as Jesus and Father is united, keep these people also united that way. യേശുക്രിസ്തു പറഞ്ഞു, ഞാനും പിതാവും ഒന്നായിരിക്കുന്നത് പോലെ ഈ ശിഷ്യന്മാരും ഈ കൂട്ടവും ഒന്നായിരിക്കാൻ തക്കവണ്ണം പ്രാർത്ഥിക്കുന്നു. Jesus know the trouble they have is again not being united together. ഒന്നായിരിക്കാതിരിക്കുന്ന ആ സമയത്തുണ്ടാവുന്ന ആ പ്രശ്നങ്ങള്, there is competition among them. അവരുടെ ഇടയിൽ ഒരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. There is thought in them who is greater and smaller. ആരാണ് വലിയവൻ ചെറിയവനുള്ള ഒരു ചിന്ത അവരുടെ ഉള്ളിൽ ഉടലെടുത്തിരുന്നു. So he is saying, is the father and son, there is no such competition. ഒരു പിതാവ് പുത്രനിൽ അങ്ങനെയുള്ള ഒരു മത്സര മനോഭാവമില്ല. So he is asking the same level of unity.
unity that we need to have in the disciples too. അങ്ങനെയുള്ള ഒരു ഐക്യതയായിരിക്കണം ഈ ശിഷ്യർ കൂട്ടത്തിൽ ഉണ്ടാവുക. Because if they are divided, the whole purpose is destroyed. അവർ ചിന്ന ഭിന്നമായി പോയാൽ അവരുടെ പരമേൽപ്പിച്ചിരിക്കുന്ന എല്ലാ ലക്ഷ്യങ്ങളും ഇല്ലാതായി പോകുമല്ലോ. I will come to this unity portion a little later, and so I'm going to skip that right now. ഞാൻ ഇപ്പോൾ അതിനെ പറ്റി പറയാതെ പിന്നീട് വരാമെന്ന് പറയുന്നു. And verse 17 we read Jesus is asking the Father the third prayer, sanctify them with the truth. അവരെ സത്യത്തിൽ അവരെ വിശുദ്ധീകരിക്കണമേ എന്ന് 17-ാം വാക്യത്തിൽ പറയുന്നു. And the last word of the thing is sanctify by your truth. Your word is truth. അങ്ങയുടെ വചനം സത്യമാകുന്നു. So Jesus is asking Father, sanctify. Meaning, what is the word sanctify means? എന്താണ് വിശുദ്ധീകരണം കൊണ്ട് അർത്ഥമാക്കുന്നത്? Set apart for a special use. ഒരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടി മാറ്റിവെക്കുക. Vessels were sanctified in the Old Testament time for a special use called sanctified. പഴയ നിയമത്തിലെ ഉപകരണങ്ങൾ പാത്രങ്ങൾ മാറ്റിവെച്ച് മറ്റൊരു ഒരു ആവശ്യത്തിന് വേണ്ടി മാറ്റിവെക്കുന്നുണ്ട്. Similarly, set apart these disciples with the truth. അതേപോലെയാണ് സത്യത്തിൽ ഈ ശിഷ്യന്മാരെ ഒന്ന് മാറ്റിവെക്കണമെന്ന് പറയുന്നത്. And the truth is thy word. അത് അങ്ങയുടെ വചനമാണ് സത്യം എന്ന് Verse 14 says, I have given this word to them. അങ്ങ് തന്നിരിക്കുന്ന വചനം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു എന്ന് 14-ാം വാക്യത്തിൽ. Now there is a great mystery here. വലിയൊരു മർമ്മം ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. The truth is the one that can set them apart. ഈ സത്യമാണ് ഒരാളെ മറ്റൊരിടത്തിൽ നിന്ന് മാറ്റിവെക്കുന്നത്. And when you have that such truth, that is what is unifying you. അതാണ് ആ സത്യം നിങ്ങളിൽ ഉണ്ടെങ്കിൽ അതാണ് ഐക്യതയുടെ സത്യം എന്ന് പറയുന്നത്. But the many today's evangelical churches and mega churches forgot this point. ഈ നാളുകളിൽ കാണുന്ന വലിയ ചർച്ചുകൾ സഭകളിലൊന്നും ഇങ്ങനത്തെയുള്ള ഒരു യൂണിറ്റി കാണുന്നില്ല. They think of bringing everyone under the umbrella, compromising the truth is the way unity is. സത്യത്തിന് കീഴടങ്ങിക്കൊണ്ട് എല്ലാവരെയും ഒരു കുടക്കീഴിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് മുമ്പോട്ടോടുമെന്ന് അവർ ചിന്തിക്കുന്നു. Jesus never taught that. അങ്ങനെയുള്ള ഒരു പഠിപ്പീരല്ല ക്രിസ്തു നമ്മളെ Thy പഠിപ്പിച്ചത്. word is the truth, and that the word sanctifies them, the word separates them, the word unites them. അങ്ങയുടെ വചനം സത്യമാണ്. അങ്ങയുടെ വചനമാണ് മറ്റുള്ളവരിൽ നിന്ന് മാറ്റി നിർത്തുന്നത്. അതാണ് അവരെ മുമ്പോട്ട് നയിക്കുന്നത്. This is why we tell you need to learn the word, right? അതുകൊണ്ടാണ് വചനം യഥാർത്ഥമായി പഠിക്കണമെന്ന് നാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. If we don't know the word deeply, when somebody says the unity they talk about, we get so confused and then we kind of get into that one. That is not the way unity is. ആ വചനത്തിന്റെ ആഴമാറിയ മർമ്മങ്ങൾ പഠിപ്പിച്ചില്ലെങ്കിൽ പലപ്പോഴും നമ്മൾ സംശയ വിചാരത്തോടെ മുമ്പോട്ട് പോകും. Unity even when we keep separation. ആ ഐക്യതയാണ് നമ്മെ മറ്റുള്ളതിൽ നിന്ന് ഒന്ന് മാറ്റി നിർത്തുന്നത്. Our old time forefathers, they separated, they maintained separation. That was not against unity. They realized that there is a unity in separation. ആമേൻ. പൂർവ്വ പിതാക്കന്മാർ ആചരിച്ചതുപോലെ അവർക്കറിയാമായിരുന്നു ആ ഐക്യതയ്ക്കകത്ത്, ആ സത്യത്തിൽ ഒരു ഐക്യതയുണ്ടെന്ന് പറയുമായിരുന്നു. Jesus said, I am not taking them from this world. They are in this world. They need to be in this world. I'm not taking them to take them out of this world. ഈ ലോകത്തിൽ നിന്ന് അവരെ മാറ്റി നിർത്തുന്നു എന്നല്ല യേശുക്രിസ്തു ഇതിൽ കൂടി അർത്ഥമാക്കുന്നത്. Some people kind of think the isolation is the answer. പലപ്പോഴും നമ്മൾ ഏകരായി മാറി നിൽക്കുന്നതാണ് ഇതിന്റെ ഏറ്റവും ഒരു ഉത്തമ. We cannot join with them, we cannot go there, we cannot go. I mean, I understand, children, be very careful. We don't go into every mess and say that we need to be part of that word. If you are not strong in the word of God, you will become part of them. But when you know the truth and when you have your own identity in Christ, you don't need to be in isolation. എല്ലായിടത്തും മാറി നിൽക്കണം, അല്ലെങ്കിൽ അങ്ങനെയല്ല ഞാൻ പറയുന്നത്. എന്നാൽ എല്ലായിടത്തും പോകണമെന്നുമല്ല. നിങ്ങൾ ആരെന്നുള്ളൊരു തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ അവിടെ നിന്ന് ഒരു സെപ്പറേഷൻ കാണും. The isolation is not the answer, the insulation is the answer. ഏകനായിരിക്കുന്നതല്ല, എന്നാൽ പൊതിഞ്ഞ കവചത്തിൽ നിൽക്കുന്നതാണ്. Insulated with the word of God, insulated with the power of Holy Spirit, insulated with the church and fellowship. ദൈവത്തിന്റെ വചനത്തിൽ പൊതിഞ്ഞു നിൽക്കുന്നത്, ദൈവത്തിന്റെ ആത്മാവിൽ, പരിശുദ്ധാത്മാവിൽ പൊതിഞ്ഞു നിൽക്കുന്നത്, ദൈവത്തിന്റെ ആ
സഭയുമായിട്ട് കേട്ട് ചേർന്ന് നിൽക്കുന്നത്, അതാണ് യഥാർത്ഥമായ സത്യം എന്ന് പറയുന്നത്. Yeah, I mean the church, that is the purpose. We insulate each other. ആമേൻ. ഈ Hallelujah. സഭ കൊണ്ട് അർത്ഥമാക്കുന്നത് അന്യോന്യം ഒരുമിച്ച് ഏകമായി നിൽക്കുന്നത്. That's why we come together. അതുകൊണ്ടാണ് നമ്മൾ എല്ലായ്പ്പോഴും ഒരുമിച്ച് ഇവിടെ That's കാണുന്നത്. why the word is here. അതുകൊണ്ടാണ് ദൈവവചനം ഇവിടെ ജീവിച്ചു That's നിൽക്കുന്നത്. why the Holy Spirit is moving here. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് ഇടയിലൂടെ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നത്. So you got to insulate, not isolate. ഓ, നിങ്ങൾക്ക് ഒരു കവചം വേണം, അല്ലാതെ ഒരു ഏകരായി മാറി നിൽക്കുവാൻ. That's why we are going into the community now. അതുകൊണ്ടാണ് നമ്മൾ പലയിടങ്ങളിലും നമ്മൾ There are all kinds of people out there. പല തരത്തിലുള്ള ആൾക്കാരെ നാം കാണുന്നുണ്ടല്ലോ. We cannot isolate. നമ്മൾ അവരിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയത്തില്ല. But we go over there with the identity that I am a child of God. ദൈവത്തിന്റെ പൈതൃകമായ തിരിച്ചറിവോടുകൂടിയ നാം അവിടേക്ക് കടന്നു പോകുന്നു. When you go to school, you cannot isolate yourself, but remember who you are. ആമേൻ. സ്കൂളിൽ കടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് മാറി നിൽക്കാൻ കഴിയത്തില്ല, എന്നാൽ നിങ്ങൾ ആരെന്നുള്ള ഒരു തിരിച്ചറിവ് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവണം. Praise God, sanctify us with the truth, and that sanctification has a separation and an insulation in ആമേൻ. it. സത്യത്തിൽ ശുദ്ധീകരിക്കണമെന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരു സെപ്പറേഷൻ അതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. Hallelujah to God. Jesus was asking the Father not to keep them in isolation, but to really insulate them. ആമേൻ. ഒറ്റയ്ക്ക് മാറി ഏകരായി മാറി നിൽക്കുവാനല്ല, എന്നാലും അവരെ പൊതിഞ്ഞ് സൂക്ഷിക്കണമെന്ന് യേശുക്രിസ്തു ഇതിലൂടെ പ്രാർത്ഥിക്കുന്നു. So 2 groups of prayer. He prayed for himself and then he prayed for the disciples. തനിക്ക് വേണ്ടിയും തന്റെ ശിഷ്യന്മാർക്ക് വേണ്ടിയും 2 തരത്തിലുള്ള പ്രാർത്ഥന ഇതുവരെ നാം കണ്ടല്ലോ. I don't know whether I have time to kind of go into the third one, but let me quickly mention for you all to meditate it. What is it here? Verse 20, Jesus said, I am now praying for the people, those who are going to believe in my word later on. എന്നിൽ വിശ്വസിക്കുവാനിരിക്കുന്നവർക്ക് വേണ്ടിയും ഞാൻ അങ്ങയോട് അപേക്ഷിക്കുന്നു എന്ന് 3-ാമത്തെ പ്രാർത്ഥന 20-ാം വാക്യത്തിൽ കൂടി കാണുന്നു. That is the church. That's you and me. അതാണ് ഞാനും നിങ്ങളുമായിരിക്കുന്ന സഭ. When the whole burden of sin of the entire world is placed upon the Son of God, when he was really in agony of that one, remember, he thought about you and me. At that moment, he's praying for you and me. Hallelujah. പാപത്തെ തന്നിൽ എല്ലാം കടിച്ചേൽപ്പിക്കുമ്പോഴും എന്നെയും നിങ്ങളെയും പറ്റി ആ സമയത്തും യേശുക്രിസ്തു ഓർത്തുകൊണ്ടിരിക്കുകയാണ്. That is the mystery. That's so comforting to us. അത് ആ വാക്യം കേൾക്കുമ്പോൾ വളരെ ആശ്വാസപ്രദമായി തോന്നുന്നു നമുക്ക്. Again, what is he asking there? Verse 20 onwards, he say, oh Lord, I pray that, verse 21, they all may be one as you, the Father, and me. നീ എന്നെ അയച്ചിരിക്കുന്നു. ഇന്ന് ലോകം വിശ്വസിക്കുവാൻ അവരെല്ലാവരും ഒന്നാകേണ്ടതിന് പിതാവേ, നീ എന്നിലും ഞാൻ നിന്നിലും ആകുന്നവരെ അവരും തമ്മിലാകേണ്ടതിനും തന്നെ. I don't know whether you're following what I'm trying to say. Not only the unity of the disciples, the church needs to be united exactly the way the Father and Son is one. പിതാവ് പുത്രൻ ഒന്നായിരിക്കുന്നത് പോലെ ആയിരിക്കണം ഈ കാലഘട്ടത്തിലെ സഭയും ഒന്നുപോലെ ആയിരിക്കണമെന്ന്. Verse 20 says the Father and the Son is one. Father and the Son, their Father is in the Son and the Son is in the Father. പിതാവ് പുത്രനിലും പുത്രൻ പിതാവിലും ഉള്ളതെന്ന് വായിക്കുന്നു. They are unified. അവർ ഒന്നാണെന്ന് വായിക്കുന്നു. Verse 23-24 says that the believers in Jesus, they are united. അവൻ വിശ്വാസികളും യേശുക്രിസ്തുവും ഒന്നാണെന്ന് നമ്മൾ 23-24 വായിക്കുന്നു. When we take water baptism, what is happening? ജലസ്നാനം എടുക്കുമ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്? We uniting with the Christ. ക്രിസ്തുവുമായിട്ട് ഒന്നായി ഏകീഭവിക്കുകയാണ്. I mean, we are united with the Christ. യേശുക്രിസ്തുവുമായി ഏകീഭവിക്കുന്ന So if I united with the Christ, now Christ is united with the Father. നാം യേശുക്രിസ്തുവുമായിട്ട് ഏകീഭവിക്കുമ്പോൾ ക്രിസ്തു പിതാവുമായിട്ട് ഏകീഭവിക്കുന്നു. So look at how is the unity come together. എങ്ങനെയാണ് ആ ഏകത ഇവിടേക്ക് കടന്നു വരുന്നത്? I am in Christ and Christ in Father and Father Christ. I mean the believers, we are all united. Hallelujah. നമ്മൾ ക്രിസ്തുവിലും ക്രിസ്തു പിതാവിലും അങ്ങനെ പിതാവ് പുത്രനും നമ്മൾ എല്ലാവരും ഒരു ഏകീഭവിച്ച
ഏകീഭവിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോന്നു. That is the true unity. അതാണ് യഥാർത്ഥമായ സത്യത്തിലുള്ള ഏകത. The unity in the relationship. അത് ഒരു വ്യക്തമായ ബന്ധത്തിൽ കൂടിയാണ് ഉടലെടുക്കുന്നത്. The unity does not come with anything else. മറ്റുള്ളതിൽ കൂടി അല്ല ആ ബന്ധം അത് വരുന്നത്. Philippians chapter 2 says like this. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം ഇങ്ങനെ പറയുന്നു. Apostle Paul looked at the Philippian church and he saw a lot of arguments and disagreements. വളരെ വാഗ്വാദങ്ങളും കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഫിലിപ്പിയർക്ക് പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ പറയുന്നു. Verse 2 he said like this. 2-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു. Let us be united in one spirit. ഏക ആത്മാവിൽ ആയിരിക്കട്ടെ എന്ന് പറയുന്നു. Let's work together wholeheartedly for one purpose. ഒരു ലക്ഷ്യത്തിന് വേണ്ടി ഒരുമിച്ച് ഏകഭാവമുള്ളവരായി നമുക്ക് വർക്ക് ചെയ്യാമെന്ന് പറയുന്നു. Amen. Second thing he said, രണ്ടാമത് ഇങ്ങനെ പറയുന്നു. consider others greater than you. നമ്മെക്കാട്ടി മറ്റുള്ളവർ വലിയവരെന്ന് എണ്ണുവിൻ. Don't be selfish. That's what he says. സ്വാർത്ഥ മനോഭാവത്തോടു കൂടിയല്ല. So that is what is killing the unity. അവിടെയാണ് സ്വാർത്ഥ മനോഭാവമാണ് നിങ്ങളുടെ ഐക്യതയെ തകർക്കുന്നത്. If I am bigger than any one of you, then unity is gone. ഞാൻ മറ്റുള്ളവനേക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണിയാൽ ഐക്യത നഷ്ടപ്പെടുക തന്നെ We ചെയ്യും. all need to consider each other greater. മറ്റുള്ളവർ തന്നെക്കാൾ ശ്രേഷ്ഠരെന്ന് നാം എണ്ണണം. The word of God says, Apostle Paul said, you need to care for the other people's need, not only yours. മറ്റുള്ളവരുടെ ആവശ്യത്തിന് നിങ്ങൾ എത്തണമെന്ന് പൗലോസ് അപ്പോസ്തലൻ വ്യക്തമായി വിളിച്ചു പറയുന്നു. These are the ingredients needed for unity. ഇങ്ങനെയുള്ള ഇൻഗ്രീഡിയൻസ് ആണ് നമ്മുടെ ഐക്യതയ്ക്ക് വേണ്ടുന്നത്. If the church of God do not have that one, ഇങ്ങനെയുള്ള ഒരു ഐക്യത ഇങ്ങനെയുള്ള കാര്യങ്ങൾ സഭയ്ക്കില്ല. if we are still selfish, ambitious, all kinds of things we can put it in, we compare each other, there is no unity in church. സ്വാർത്ഥ മനോഭാവത്തോടെ മത്സര ബുദ്ധിയോട് പോയി കഴിഞ്ഞാൽ ഒരു ഐക്യത സഭയിൽ ഉണ്ടാവത്തില്ല. If we are not united together, നമ്മൾ ഒരു ഐക്യതയിലൂടെ പോയില്ല എങ്കിൽ it is a false assumption that we can be united with Christ. അങ്ങനെ ഒരു യേശുക്രിസ്തുവുമായിട്ട് ഐക്യതയിൽ കൂടി പോകുമെന്നുള്ള ഒരു മിഥ്യാധാരണയാണ് നിങ്ങളുടെ If we are not united with Christ, ക്രിസ്തുവുമായി ഐക്യതയിൽ കൂടി കടന്നുപോയില്ല എങ്കിൽ in the moment we break the unity, നമ്മൾ ആ ഐക്യത നഷ്ടപ്പെടുന്ന സമയത്ത് the prayer is cancelled. Our words are wasted at that point. നമ്മൾ പ്രാർത്ഥിച്ചിരിക്കുന്ന വെറും ജൽപ്പനമായി മാറിക്കൊണ്ടിരിക്കും. Why church cannot pray effectively? എന്തുകൊണ്ടാണ് ഈ കാലഘട്ടത്തിലെ സഭ എഫക്റ്റീവായിട്ട് If പ്രാർത്ഥിക്കാത്തത്? we unite together in one purpose and one intention, things will change. ഒരു ലക്ഷ്യത്തോടെ ഒരു ലക്ഷ്യബോധത്തോടെ നമ്മൾ പ്രാർത്ഥിക്കുവാണെങ്കിൽ സാഹചര്യങ്ങൾ മാറി മറിയും. Pastor is no superior than anyone else here. ഇവിടെ ആയിരിക്കുന്ന ഒരു പാസ്റ്റർ മറ്റുള്ളവരെക്കാട്ടി വലിയവരാന്ന് എണ്ണണ്ട. Just because I'm in the pulpit and preaching, I am not greater than any one of you. ഒരു പ്രസംഗവേദിയിൽ ഞാൻ നിൽക്കുന്നതുകൊണ്ട് ഞാൻ നിങ്ങളെക്കാൾ ശ്രേഷ്ഠനായി നിങ്ങൾ എണ്ണണ്ട. Just because any one of you are given any different assignment, that doesn't differentiate the prior level in you. We are all together. നിങ്ങളിൽ തന്നിരിക്കുന്ന കൃപാവരങ്ങൾ ഓരോരുത്തർക്കും നിങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്നതാണ്. അത് മറ്റുള്ളവരെ ഉയർന്ന താഴ്ചയെന്ന് എണ്ണുകയോ ചെയ്യണ്ട. Let me warn you one thing. ഒരു മുന്നറിയിപ്പ് ഇന്ന് പ്രഭാതത്തിൽ നിങ്ങൾക്ക് നൽകട്ടെ. If any person, ആരെങ്കിലും ഒരു വ്യക്തി, if you work against this unity, ഈ ഐക്യതയ്ക്കെതിരെ പ്രവർത്തിക്കുന്നെങ്കിൽ you will be accountable for that. അതിന് നിങ്ങൾ കണക്ക് കൊടുക്കേണ്ടി വരും. Amen. God will not let you go because it's the purpose of church is being thwarted by that. ദൈവരാജ്യത്തിന് വേണ്ടി സഭ ഉണ്ടായെങ്കിൽ അതിനു വേണ്ടി എതിർത്ത് നിൽക്കുന്നവർക്ക് ദൈവം കണക്ക് കൊടുക്കേണ്ടി വരും. The purpose of the church is to reveal God. ദൈവത്തെ വെളിപ്പെടുത്തി കൊടുക്കേണ്ടതാണ് സഭയുടെ ഉദ്ദേശം. Jesus said, for people to believe in me, let the people see there is unity. എന്നിൽ വിശ്വസിക്കേണ്ടതിന് ഇതിനകത്ത് ഒരു ഐക്യത ഈ ജനം കാണട്ടെ. Let the people outside believe by seeing the unity of us. നമ്മുടെ ഐക്യത കണ്ട് മറ്റുള്ളവരെ സഭയിലേക്ക് കടന്നു വരട്ടെ. How many of us will pray this morning, Lord, even with the words or action deeds, my behavior, my conduct, whatever I do, if that is, destroying the unity of the church, Lord, today, this moment, I bury that, I surrender that. ഇന്ന് പ്രഭാതത്തിൽ എന്റെ വാക്ക് പ്രവൃത്തി ചിന്തകള് എന്റെ സഭയുടെ ഐക്യതയ്ക്ക് എതിർത്തായിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് ഞാൻ ഇവിടെ കുഴിച്ചിടുമെന്ന് ആർക്ക് ശബ്ദമുയർത്തി പ്രാർത്ഥിക്കാൻ കഴിയും? Our master prayed that prayer. എന്റെ നാഥൻ ഇങ്ങനെയാണ് പ്രാർത്ഥിച്ചത്. Let us all be united. നമ്മൾ എല്ലാവരും ഏക മനോഭാവമുള്ളവരായിരിക്കട്ടെ. He prayed the prayer for the church. ഈ സഭയ്ക്ക് വേണ്ടിയാണ് നാഥൻ പ്രാർത്ഥിച്ചത്. So that we all be united. അത് അങ്ങനെ നമ്മൾ എല്ലാവരും ഒരു ഐക്യതയോടെ മുമ്പോട്ടോടും. That's the mission we have. അങ്ങനെയുള്ള ഒരു മിഷനാണ് നമ്മുടെ ഉള്ളിലുള്ളത്. Hallelujah. That's all the Holy Spirit gave me this morning. Hallelujah to God.